ഇതെന്തിനാണ് അറിയുന്നത്? ഈ കേസ് ഞാൻ 32 കിങ്സ് എന്ന് പറയുന്ന കലൂരുള്ള എൻ്റെ ഒരു ഫ്രണ്ടിന്റെ ക്ലിനിക്കിൽ കൺസൾട്ടേഷന് ചെയ്തേക്കുന്ന ഒരു ഇംപ്ലാന്റ് കേസാണ്. താടിന്ന് പല്ല് മുഴുവൻ എടുത്തു കഴിഞ്ഞാൽ എല്ലൊക്കെ ഭയങ്കര കുറവായിരിക്കും. അപ്പൊ നമുക്ക് ചിലപ്പം ഇംപ്ലാന്റ്സ് വെച്ചിട്ട് വേണം ചിലപ്പോൾ നമുക്ക് പല്ല് റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ചില സിറ്റുവേഷൻസിൽ നമുക്ക് അധികം ഇംപ്ലാന്റ് വെക്കാനുള്ള എല്ലാം അവിടെ ഉണ്ടാവില്ല. എന്നാലും നമുക്ക് ചിലപ്പം നമ്മുടെ ഒരു ഡെഞ്ചർ വെക്കുന്നുണ്ടെങ്കിൽ ആ ഡെഞ്ചറിന് 2 ഇംപ്ലാന്റ് വെച്ചിട്ട് നമുക്ക് അവിടെ റീറ്റെയിൻ ചെയ്യാൻ പറ്റും. അത് നമുക്കൊന്ന് നോക്കാം. അത് വെച്ചാൽ തന്നെയും നമുക്ക് നല്ല രീതിയിൽ ചവച്ചരച്ച് ഭക്ഷണം കഴിക്കാൻ പറ്റും. അപ്പൊ നമുക്ക് അങ്ങനത്തെ ഒരു കേസ് നോക്കിയേക്കാം. ഡെഞ്ചർ നമ്മൾ അവിടെ റീറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് 2 ഇംപ്ലാന്റ് ഉണ്ട്. ഈ ഇരിക്കുന്ന ആ 2 സംഭവമാണ് ഇംപ്ലാന്റ്. ഈ ഇംപ്ലാന്റ് വെച്ചിട്ടായിരിക്കും നമ്മൾ ഡെഞ്ചറിനെ അവിടെ സ്ട്രോങ് ആയിട്ട് റീറ്റെയിൻ ചെയ്യാൻ പോകും. കാരണം എല്ല് കുറവാണ്, അപ്പൊ പിടുത്തം കുറവായിരിക്കും, ലൂസ് ആയിരിക്കും ചിലപ്പോൾ ഡെഞ്ചർ. അപ്പൊ കുറച്ചുകൂടെ എഫക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ബോളബിൾ അബട്ട്മെന്റ്സ് യൂസ് ചെയ്തിട്ടാണ് ഇതിനെ സ്റ്റെബിലൈസ് ചെയ്യാൻ പോകുന്നത്. ദിസ് ഈസ് ദ ഡെഞ്ചർ ആൻഡ് ദിസ് ഈസ് ദ സൈഡ്. ഇതിലേക്കാണ് ബോൾ അറ്റാച്ച്മെന്റ് ഫിക്സ് ആവാൻ പോകുന്നത്. ഈ ഡെഞ്ചറൊക്കെ വെച്ചേക്കുന്ന ആളുകൾ അത്ര ഈസി ആയിട്ടല്ല അത് വെക്കുന്നത്. അവർക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് 2 ഭാഗത്തോട്ട് ചവച്ചരച്ചാലാണ് ഇത് അനങ്ങാതെ അവർക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുള്ളൂ. അപ്പൊ നമ്മളിവിടെ ഇംപ്ലാന്റ്സ് ഇൻക്ലൂഡ് ചെയ്യുവാണെങ്കിൽ ഇതിന്റെ പിടുത്തം കുറച്ച് കൂടും, അതായത് അതിന്റെ റിട്ടൻഷൻ കൂടും. റിട്ടൻഷൻ കൂടുന്ന സമയത്ത് പേഷ്യൻസിന് കുറച്ചും കൂടി കംഫർട്ടബിൾ ആയിട്ട് ചവച്ചരച്ച് ഭക്ഷണം കഴിക്കാം. അത് മാത്രമല്ല ഇങ്ങനെ ഫ്രണ്ടിൽ കടിക്കാനുള്ള ഒരു കപ്പാസിറ്റി കൂടെ അവർക്ക് കിട്ടും. അങ്ങനെ അവരുടെ ക്വാളിറ്റി ഓഫ് ലിവിങ് നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും.